ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു ഡ്രൈവ് ഹൈഡ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, എൻ്റെ ലാപ്ടോപ്പിന് സി ഡ്രൈവും അതേപോലെ ഡി ഡ്രൈവും ഉണ്ട്. സപ്പോസ് എൻ്റെ ഡി ഡ്രൈവിൽ കുറച്ച് പേഴ്സണൽ ഡാറ്റാസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും ലാപ്ടോപ്പ് ടെമ്പററി ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഡ്രൈവ് ിലുള്ള ഡാറ്റ കാണണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഡ്രൈവ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും വേണ്ട. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിസ് പി സിയെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം മാനേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ സ്റ്റോറേജിൻ്റെ താഴെ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡിസ്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സി ഡ്രൈവും ഡി ഡ്രൈവും കാണുന്നുണ്ട്. നമുക്കൊരിക്കലും ഈ ഒരു OS ചെയ്തിട്ടുള്ള, അതായത് സി ഡ്രൈവ് ഒരിക്കലും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അത് മറ്റുള്ള ഡ്രൈവുകൾ എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഡി ഡ്രൈവാണ് ഇവിടുന്ന് ഹൈഡ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ഒരു ഡ്രൈവ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ലെറ്റർ പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഡ്രൈവിൻ്റെ ലെറ്റർ ഡി ആണ്. ഞാൻ ജസ്റ്റ് ആ ഒരു ഡി എന്നുള്ള അതൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. യെസ് കൊടുക്കാം. ജസ്റ്റ് ആ ഡ്രൈവിൻ്റെ ലെറ്റർ മാത്രമാണ് റിമൂവ് ചെയ്ത് കളയുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഡാറ്റാസ് ഒന്നും ലോസോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം എൻ്റെ ആ ഡി ഡ്രൈവിനകത്ത് ഒരു ഫോൾഡർ ഉണ്ട്. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന് ശേഷം. ഇപ്പം നമ്മൾ ആ ഒരു ഡ്രൈവ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ദിസ് പി സി പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഡ്രൈവ് കാണാൻ പറ്റുന്നില്ല. ആ ഡ്രൈവ് ഇവിടെ നിന്ന് ഹൈഡായി പോയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ വീണ്ടും അൺഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ദിസ് പി സിയെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റോറേജിൻ്റെ അണ്ടറിൽ ഡിസ്ക് മാനേജ്മെൻറ്റ്, അതിലിവിടെ നമ്മുടെ ന്യൂ വോളിയം മാത്രമേ ഉള്ളൂ. ആ ഡി അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് സെലക്ട് ചെയ്ത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ഡ്രൈവ് പാത്ത് കൊടുക്കാം. അതിനകത്ത് ആഡ് കൊടുക്കാം. നമുക്കൊരു ഡ്രൈവ് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് ഇവിടെ ഡി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മാറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഡ്രൈവ് ഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഈ മുകളിലുള്ള ഈ റിഫ്രഷ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ റിഫ്രഷ് ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എൻ്റെ ഡ്രൈവിനകത്തുള്ള ആ ഫോൾഡറല്ല, അതായത് ഡ്രൈവ് ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഹൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള വിൻഡോസ് ഇൻസ്റ്റാൾഡ് സിസ്റ്റത്തിലുള്ള ഡ്രൈവ്സ് ഇതേപോലെ ഹൈഡ് ചെയ്യാൻ പറ്റും.